The second phase of Kerala local body elections began on Thursday morning. This phase covers Thrissur, Palakkad, Malappuram, Kozhikode, Wayanad, Kannur, and Kasaragod districts. Over 38,000 candidates are in the fray in the three-tier local self-government elections. CM Pinarayi Vijayan, who arrived in Kannur to cast his vote, expressed strong confidence in LDF victory. LDF നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഇന്നത്തോടെ രണ്ട് ഭാഗത്തെയും, കേരളത്തെ രണ്ട് ഭാഗമാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രണ്ട് ഭാഗത്തെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDFന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDFന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. UDFന്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ സ്വയംഭരണ അതിർത്തികളടക്കം ഇത്തവണ LDFനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേവരെയുള്ള അനുഭവം സൂചിപ്പിക്കുന്നത്. അപ്പോൾ മികവാർന്ന വിജയത്തിലേക്ക് LDF കുതിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഇന്നും BJPയും കോൺഗ്രസും പറയുന്നത് ശബരിമല മാത്രമാണ്. രണ്ടുപേരും ഒരേപോലെയാണ് UDFും BJPയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഏശാൻ സാധ്യതയുണ്ട്? ഇതൊന്നും ഒരു തരത്തിലും ഏശുന്നൊരു കാര്യമല്ല. ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത്. ഈ സർക്കാർ ആയിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത്. പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് BJPയും UDFും ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഇന്നലെയും ഉയർന്നിരുന്നുണ്ടായിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞു തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ബഹുജനങ്ങൾ തള്ളിയ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ബഹുജനങ്ങളെ UDFന് അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയതെങ്കിൽ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. എല്ലാ വിഭാഗങ്ങളും LDFനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഈ ദിലീപിനെ പോലും ന്യായീകരിക്കുന്ന നിലപാട് കഴിഞ്ഞ Congress National Spokesperson Shama Mohammed also cast her vote in Kannur. At the Muattada school, I've come and voted. Everything has went well. I ask everybody, request each one of you all to press the button and keep it till the sound goes off, because there are no VVPAT for panchayat and corporation elections. That's what I have seen right now. I thought there would be VVPAT, but there is no VVPAT. So please press the button till the sound goes off to see to it that you vote for your candidate. And I urge each one out there to come out and vote. It is important for democracy. It is important for our country. Thank you very much. Meanwhile, former opposition leader Ramesh Chennithila has accused CM Pinarayi Vijayan of resorting to double standards in sexual assault cases against CPIM leaders and in the Sabarimala issue. The Chief Minister of Kerala is resorting double standard in every issue. See, one ex-MLA of CPM. There is a petition from an actor, lady actor, against him. For the last 14 days, that petition was kept by the Chief Minister. He has not forwarded that petition to the
DGP or the police. This shows that he has got double standard. And he is accusing Congress. Congress has taken bold decision by suspending an MLA and dismissed from the party when allegations came against him. I ask whether CPM is also ready to expel their party leaders who are involved in sex cases. They had not done it. That shows that the Chief Minister has got double standard on this kind of issues. The people of Kerala is aware of that. In the second leg of this local body election, definitely people are going to vote against the LDF. The Sabarimala case, 2 important leaders are in the jail. They belong to the CPM. What action they have taken against these people who are still in the jail? This shows that they have double standard and they are not able to take any action on these people because they are afraid. If action will be taken, they will tell more about the senior leaders. That is why they are keeping mum. They are not taking any action.